പാടി തുടങ്ങാം അല്ലേ? തുടങ്ങി എന്ത് പറഞ്ഞാലും തగ్గോ. ഇന്ന് ഇച്ചിരി പൊക്കി പറയാൻ ഞാൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഷൈൻ ചേട്ടൻ എങ്ങാനും ആണോന്ന്. പിന്നെ തഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ധ്യാൻ ചേട്ടനാന്ന്. കാരണം ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ല തഗ് അടിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണല്ലോ. ഷൈനല്ല, ഷൈൻ ചേട്ടൻ തഗ് അടിക്കും, പക്ഷെ ഇങ്ങനെ അടിച്ചിരുത്തുന്ന തഗ്ഗുകൾ ധ്യാൻ ചേട്ടൻ മാത്രമേ തരാറുള്ളൂ. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണല്ലേ? ചാനൽ മാറി മാറി വരിക. നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്, ഹാപ്പി ഫ്രണ്ട്സ്. തീരെ ഹാപ്പി അല്ല. അവിടെ കേറുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരുന്നു. ഇറങ്ങുമ്പോഴേ അത്ര ഹാപ്പി അല്ല. എങ്ങനെ പോകുന്നു? സുഖം. സുഖം സുഖല്ലേ? പൂക്കളം, ഊഞ്ഞാല്, പുലി, ഹാപ്പി ആവണം. നമ്മള് ഒന്നിച്ച് മുന്നേ വിഷു ആയിരുന്നു ആഘോഷിച്ചത്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു റംസാൻ ആഘോഷിക്കാൻ അടുത്ത തവണ വരാന്ന്. പക്ഷെ കണ്ടോ, ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ എന്റെ കൂടെ. ഇതിലും വലുതെന്തോ എല്ലാ കൊല്ലവും വരും ഇതേപോലെ. വീടൊന്നും തുറന്നു കൊടുക്കല്ലേ, നിങ്ങളെ മറ്റേ എല്ലാം പൊക്കും. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്ത ട്രിവാൻഡ്രത്തെ വീട്ടില് ഇവളായിരുന്നോ? ഞാൻ എന്നിട്ട് എന്തൊക്കെ കാണാതായില്ലേ? രാവിലെ വന്നതാ. ഇവർക്ക് ഒരു ചെലവില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടക്കം ഞാനാ കൊടുത്തത്, അതിന്റെ ഫുൾ ചെലവ്. എന്നിട്ട് ഇതിന് എത്ര വ്യൂസ് കിട്ടി, അതിനെന്താ ഇത്ര പൈസ കിട്ടി കാണും. അതിനകത്തുനിന്ന് ഒരു ശതമാനം നമുക്ക് തരിക, ഒരു മര്യാദ ഒന്നുമില്ല. കുറഞ്ഞത് ഒരു 10-25 ലക്ഷം ഉറുപ്പിക കിട്ടി കാണും. എനിക്കല്ല, ഇത് ഞാൻ വേറെ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു. ചാനല് തോറും ഇങ്ങനെ കേറി ഇറങ്ങല്ലടാ, ഓർമ്മ കാണില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വീട് ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതോടുകൂടി അതങ്ങ് തീർന്നു. വീട്ടില് കുറച്ച് കൊപ്രയൊക്കെ ഉണക്കിയിടാനിട്ടിരുന്നു, അതടക്കം അടിച്ചോണ്ട് പോയി. ധ്യാൻ ചേട്ടാ, വിഷുവിന് ഞാൻ ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊണ്ട് തന്നു. ഇന്നെങ്കിലും ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊടുത്ത് വന്നുകൂടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്കെല്ലാം കോസ്റ്റ്യൂം കട്ടസി ആയിരിക്കുമല്ലോ. ഇതൊക്കെ കഴിയുമ്പോ ഊരിക്കൊണ്ടുപോകും പരിപാടി കഴിയുമ്പോഴേക്കും. അതിന് കൊളാബ്, അതിന് പൈസ വേറെയാ. ഏത് എടാ, ഇവളപ്പോ എത്ര കാശുണ്ടാക്കുന്നുണ്ടോ? ഈ ഡ്രസ്സ് വേറെ കട, ഷോള് വേറെ കട, ഇതിന്റെ ഓർണമെന്റ്സ് വേറെ കട. ഇവള് മുല്ലപ്പൂ അടക്കം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതടക്കം കൊളാബ് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആളാ. എങ്ങനെയെങ്കിലും ഇല്ല ധ്യാൻ ചേട്ടാ, വിഷുവിന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോ ജീൻസും ഷർട്ടും ഇട്ട് വന്നേക്കാ. ഞാൻ ചോദിച്ചു, ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂവിന് വന്നിരിക്കണേ? എടി എന്റെ കയ്യിൽ മുണ്ടില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ട്. ഒരു മുണ്ട് കൊണ്ടാ വന്നേ. എങ്ങാനും നീ മുണ്ടെടുത്തിട്ട് വന്നല്ല, പോകുമ്പോ മുണ്ടൂരി കൊണ്ടുപോയി. അത് കേട്ടസിയാ. അതിന് നിന്റെ ഫോട്ടോ എടുത്തിട്ട് ഉറപ്പല്ലേ? ഇല്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ കൂടെ ഇങ്ങനെ നിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടോളൂ. തിളക്കത്തിൽ അശോകട്ടൻ നിൽക്കൂല, ലാസ്റ്റ് പോകുമ്പോ മുണ്ടും കൂടെ വലിച്ചോണ്ടാണ് പോയത്. ഓക്കെ, നിങ്ങള് ഒന്നിച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഷോ തുടങ്ങി ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോ ഈ ഷാനിക്ക ഒരു തവണ പോലും ധ്യാൻ ചേട്ടന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ഏത് നേരവും വിനീതേട്ടൻ. അങ്ങനെ വിനീതേട്ടൻ ഞാൻ വല്ലപ്പോഴേ പറഞ്ഞു. ധ്യാൻ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. പറയാൻ മാത്രമില്ലെന്നാണോ, പറയാൻ പറ്റില്ലെന്നാണോ? അല്ല, ചിലപ്പോ പറയാൻ തുടങ്ങി കഴിഞ്ഞ വാദം. പിന്നെ എന്നെ പറ്റി പറയാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ഫാമിലി അല്ലേ പരിപാടിയല്ലേ, പറയാൻ പറ്റുന്നൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഞാൻ വേണം ഷാനിക്കനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഷാനിക്കയുടെ കഥകളൊക്കെ അറിയണം കേട്ടോ, കാരണം അതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ഷോ നടത്തിക്കൊണ്ടു പോകാനായിട്ട്. ഭീഷണി കുറച്ച് മുഴക്കാനുണ്ട്. ഷാനിക്കയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാൻ ചേട്ടാ? ഷാനിക്കാന്ന് പോലും ഷാനിക്ക വന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ആദ്യം ഞാൻ ഇവന്റെ കാരവാനിലേക്ക് കയറി പോണം. എന്റെ കാരവാൻ ഇറങ്ങിയിട്ട് എന്റെ കാരവാന്റെ നേരെ ഓപ്പോസിറ്റ് ഇവന്റെ കാരവാനാ. ഞാനന്നിട്ട് ഈ ഗ്ലാസും വിഗും സൂട്ടും ഒക്കെ ഇട്ടിട്ട് അറിയാതെ ഇവന്റെ കാരവാനിലേക്ക് ഞാനൊന്ന് കേറി. ഇവൻ എന്നെ ഒരു നോട്ടം നോക്കി. ആ ലുക്കിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ആ പടത്തിൽ ഏറ്റവും കറക്റ്റ് കാസ്റ്റിംഗ് എനിക്ക് തോന്നിയത്. പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോ എനിക്ക്
ആ റോള് ഷാനിക്കല്ല നിനക്ക് വേറൊരാളെ കാണാൻ പറ്റുമോ? ഇല്ല ഒരിക്കലും പറ്റില്ല. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ബാക്കി എല്ലാരും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ചിലപ്പോ. എന്റെ റോള്, പ്രണവന്റെ റോള്, അതെ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഡ്രൈവറിന്റെ റോള് ചെയ്ത ഒരാളുണ്ടായിരുന്നല്ലോ. അതാരായിരുന്നു ധ്യാൻ ചേട്ടന്റെ? ഷാനിക്കയുടെ ധ്യാൻ ചേട്ടന്റെ ആരായിരുന്നു? വകയിലൊരു ഏട്ടനായിട്ട്. ഇനി തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പിന്നെ ഇത്രയും നാളും ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നു ചെറിയ ആള് മുതൽ ഒരു പ്രായമായ മനുഷ്യൻ വരെ ധ്യാൻ ചേട്ടൻ തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അല്ല അത് ധ്യാൻ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഇപ്പൊ നമ്മളായി അല്ലേ? അതായത് ഡയറക്ടർ പറയുന്നു, അപ്പൊ നമ്മൾ സ്വിച്ച് ഇട്ട പോലെ നമ്മൾ ക്യാരക്ടറായി മാറുന്നു, എന്നിട്ട് അത് ചെയ്യുന്നു, കട്ട് പറയുമ്പോ അത് തീരുന്നു അല്ലേ? അതല്ലേ നീ എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ എന്തെല്ലോ തയ്യാറെടുപ്പുകളും ഹോംവർക്കും പാട്ട് ഗെയിമുകൾ ചെയ്യാറില്ലെന്ന് എനിക്കറിയാം. ഷാനിക്കയുടെ ഷാനിക്കയുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഷാനിക സ്വന്തം പാട്ട് തന്നെ കോപ്പി അടിച്ച് വേറെ പാട്ടുണ്ടാക്കും. അത് പിന്നെ സേഫാ, വേറെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. ആർക്ക് എന്ത് പറയാൻ? അല്ലെങ്കിൽ പറയും ഞാൻ മറ്റേ ആളെ അടിച്ചു മാറ്റി, ഇയാളുടെ അടിച്ചു മാറ്റി, ഇപ്പൊ ആ പേരില്ല. വേറെ ഒരാൾക്കും ബാക്കിയുള്ള എത്ര മ്യൂസിക് ഡയറക്ടർ അവിടെ നിന്ന് കോപ്പി അടിച്ച് ഇവിടുന്ന് കോപ്പി അടിച്ചൊക്കെ പറയും. ഷാനിക്കൊക്കെ ഉണ്ടോ? ഇല്ല, എല്ലാം സെൽഫ് ഇൻസ്പയർഡ് അല്ലേ? ഷാനിക്കയുടെ വേറെ ഷാനിക്ക ഒരു പാട്ട് അയച്ചു നമുക്ക്. എന്നിട്ട് താഴെ ഷാനിക്കട ഇങ്ങനെ ഉണ്ടെന്നല്ല അയക്കുക, സൂപ്പർ അല്ലേ, സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ, പൊളിച്ചില്ലേ? അപ്പൊ നമുക്ക് സംശയാവും ഇനി ഇത് സൂപ്പർ ആണല്ലേ. അപ്പൊ ഞാൻ കേട്ടു നോക്കൂ, അപ്പൊ പറയാം ഇത് കൊള്ളൂലെന്ന് എങ്ങനെ മനുഷ്യനെ പറഞ്ഞു. കാരണം ഒരാള് സൂപ്പർ ആണെന്ന് വിചാരിച്ച് അയക്കുന്ന ഒരു സാധനം നമ്മള്, എടാ നിന്റെ പടത്തിൽ ഹിറ്റ് ആവാത്ത ഏത് പാട്ടാണുള്ളത്? ഇക്ക ഞാനത് പറഞ്ഞ് ചെയ്യിപ്പിച്ചല്ലേ. പക്ഷെ ധ്യാൻ ചേട്ടാ, ധ്യാൻ ചേട്ടന്റെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഞാൻ പറഞ്ഞേ. അപ്പൊ അതായത് അവൻ പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോ അവൻ ആലോലം ചാഞ്ചാട് അവനാണ് കമ്പോസ് ചെയ്തതെന്ന് കൂടി കാശ് കിട്ടിയായിരുന്നോ? അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി. കാശ കിട്ടി. പക്ഷെ അതിലൊരു സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഞാനൊരു പാടാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഫസ്റ്റ് കുറെ വർഷം മുന്നേ, 10-15 വർഷം മുന്നേ. അപ്പൊ ഷാനിക്ക എന്നെ സ്റ്റുഡിയോയിലൊക്കെ വിളിപ്പിച്ച് പാടിപ്പിച്ചു. മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയ്ക്ക് വേണ്ടി. ശരിക്കും സയച്ച്. എന്നിട്ട് എന്നെ വിളിച്ച് എന്നെ പാടിപ്പിക്കുന്നത്, ഞാൻ അമ്പലത്തിലൊക്കെ പോയി തേങ്ങ കുടച്ച്, ഞാൻ പ്ലേബാക്ക് സിംഗർ ആവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി നിൽക്കുന്ന സമയാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏട്ടൻ വന്ന പോലെ ആദ്യം സിംഗറായി, പിന്നെ അടുത്ത സിനിമയിൽ അഭിനയിച്ച് അങ്ങനെ വെച്ചടി പിടിക്കാന്ന്. എന്നാ പിന്നെ സിംഗിങ് ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ്. എന്റെ ഗുരുവിന്റെ തുല്യം എന്റെ കണ്ട മനുഷ്യനാ. അങ്ങനെ ഞാൻ പോയി എന്നെ പാടിപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞാ നല്ലതാ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടിട്ട് സിനിമയിൽ വരുമ്പോ വേറെ ആരെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ച് എനിക്ക് വിഷമം ഉണ്ടാവില്ല, മൂപ്പരെന്നെ ആ പാട്ട് പാടിക്കാൻ. അത് ശരിയായില്ല ഷാനിക്ക, അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യായിരുന്നില്ലേ? പാട്ട് ഓർമ്മയുണ്ട്, കാത്തു വെച്ചല്ലേ. നമുക്ക് പാടിക്കാം. ഗമക ശരിയായിട്ടില്ല അത്ര. സയച്ച് അടിപൊളിയായിട്ട് ഞാൻ പാടി. മൂപ്പര് ഓൾറെഡി അത് പാടാൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചങ്ങ് വിട്ട്. എന്നാ അപമാനം ഇന്നിവിടെ മാറ്റാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ പിന്നെ സ്വന്തം സിനിമയിൽ നമ്മള് ചെയ്യുന്ന സമയത്ത് അതില് എനിക്ക് തീരുമാനിക്കാലോ, എനിക്ക് ഒരു പുതിയ ഗായകനുണ്ട്, അയാളൊന്ന് ട്രൈ ചെയ്തൂടെ എന്നുള്ള രീതിയിൽ. അതിലാണ് ബാക്കി പാടി എല്ലാം പുതിയ ആൾക്കാരാ. അങ്ങനെ ഞാനൊരു പാട്ട്, ആലോലം എന്ന് പറഞ്ഞ പാട്ട് ശരിക്കും അടിക്കുമല്ലോ, എന്നാ പിന്നെ ഇത് പാടി. കാരണം കുടുക്ക ഏട്ടൻ ഓൾറെഡി പാടി. ആലോലം നോക്കുമ്പോ ഹരിശങ്കറിനെ കൊണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ വരുന്നവരും പോകുന്നവരൊക്കെ പാടി. ഞാൻ മാത്രം എന്നെ അറിയിച്ചിട്ടില്ല. ഇന്ന് ആ പാട്ട് നമുക്ക് പാടിയിട്ട് ആ വിഷമം തീർക്കണം. ആലോലം ഒന്ന് പാടണം, എനിക്കും ആഗ്രഹമുണ്ട്. അല്ല അവന് പറഞ്ഞല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലേ, ഞാൻ ചേട്ടനെ കൊണ്ട് പാടിച്ചാലോ? ആലോലം ചാഞ്ചാട് തന്നെ പഠിക്കും. എനിക്ക് വിഷമം വന്നാ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ. അതെ എനിക്കും സങ്കടം വരും. അവൻ ആലോലം ചാഞ്ചാടും ആരൊക്കെ ചാഞ്ചാടും നമുക്ക് നോക്കണം. അതെന്താന്നറിയാമോ?
പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോ പാടി നോക്കി, അത് ഹരിശങ്കർ പാടിയതാണ് അതിന്റെ കറക്റ്റ്. അതിനപ്പുറം ഇപ്പുറം നമ്മളൊരാള് നമ്മളെ ഇതാക്കാൻ പാടില്ല. പക്ഷെ നീ കാത്തു കാത്ത് വെച്ചൊരു ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്താ വെച്ച മലർവാടിയില് എന്തെങ്കിലും പാടി സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നിട്ട് 2 പാട്ട് പാടും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും നിർത്തി പാടിപ്പിക്കണം. ഞാൻ പാടുന്നതാണോ നല്ലത് എനിക്ക് പാടുന്നതല്ല നോക്കാലോ. ഇവിടെ എല്ലാവർക്കും ധ്യാൻ ചേട്ടൻ പാടുന്ന കേൾക്കണ്ടേ? ഞാനിപ്പോ അവന്റെ റൂമിലേക്ക് കേറുമ്പോഴേ ഞാൻ മറ്റേ പ്രാക്ടീസ് ചെയ്യുന്ന പാട്ട്. അവൻ ബാത്റൂമിനകത്ത് എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ അതല്ല, ആ പാട്ടിന് എന്തുണ്ട് നോക്കിക്കോ. ആ പാട്ടെന്തായിരുന്നു? കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി 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 ജീവിതം എല്ലാം പാട് ഞാന് ഏതാ പാടത് ഏതാതോ നന്നായി പാടുന്നു. അതിന്റെ ലിറിക്സ് എനിക്ക് ഓർമ്മയില്ല. ലിറിക്സ് കുഴപ്പമില്ല. ദേ ഇവര് നന്നായി പാടി ധ്യാൻ ചേട്ടൻ. ഒരു 2 പേര് ചേട്ടാ, ഇത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരെ ഹെൽപ്പ്. എടാ ദൈവമേ എനിക്ക് എന്തിനീ വിധി. ആ ആ ഇത് ഈ അവസാനത്തെ പാട്ട്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ. കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. ദൈവമേ എനിക്ക് എന്തിനീ വിധി. ദൈവമേ എനിക്കെന്തിനീ വിധി. ഓ അടിപൊളി അടിപൊളി സൂപ്പർ. ഇതാണോ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞത്? ആര് പറഞ്ഞറിയില്ല. ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞു? ഈ ഹിറ്റ് ആവുന്ന പാട്ടുണ്ടല്ലോ എളുപ്പമുള്ള, അത് ഷാനിക്ക വണ്ണ പാടിക്കളി. ടഫ് പാട്ട് ആലോല എന്താ ഷാനിക്ക പാടാത്ത? എന്താ പാടാത്ത? ഹരി എവിടെ ഉണ്ട് ഹരി? അതെന്താ അത് പാടിയാൽ ശരിയാവില്ല എന്ന് ഷാനിക്ക തന്നെ അറിയാം. അതെ.